നീ കോഴിക്കോടേക്ക് പോകാം. അവിടെ മേയറെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ. കോഴിക്കോടിനെ പറ്റി പറയുകയാണെങ്കിൽ കയ്യിലിരുന്ന കോർപ്പറേഷനുകളൊക്കെ കൈവിട്ടപ്പോൾ ആശ്വാസമായത് കോഴിക്കോട് മാത്രമാണ് LDF അല്ലേ? അതും അവസാന നിമിഷം വരെ UDF പോരാട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നീടാണ് അത് LDF വിട്ടുകൊടുക്കേണ്ടി വന്നത്. യെസ്, അപ്പോൾ മേയറെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ CPM-ൽ തുടങ്ങിക്കഴിഞ്ഞു. മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ S. ജയശ്രീ തടമ്പാട്ട് താഴമ്പാടിൽ നിന്നും മത്സരിച്ച് വിജയിച്ച O. സദാശിവനുമാണ് ചർച്ചകളിൽ മുൻപന്തിയിലുള്ളത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ചുള്ള ധാരണ ഇന്നുണ്ടായേക്കുമെന്ന് കൂടെ മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകാനുള്ളത്. അസ്ലം, മുസാഫിർ തോറ്റതോടു കൂടിയാണ് ഒരു മേയർ സ്ഥാനാർത്ഥിയെ വേണ്ടി വന്നത്. മുസാഫിറിന്റെ തോൽവി LDF വളരെയധികം ഞെട്ടിച്ചിട്ടുണ്ട്. ആ ഞെട്ടിൽ നിന്ന് മോചിതരാവണമെങ്കിൽ നല്ലൊരു മേയറെ തന്നെ കൊണ്ടുവരാൻ CPM കഴിയണം. ആരാണ് മുൻപന്തിയിലുള്ളത് പട്ടികയിൽ? നേരിയ ഭൂരിപക്ഷം, പക്ഷേ കേവല ഭൂരിപക്ഷം എന്ന അർത്ഥത്തിലല്ല. നേരിയ ഭൂരിപക്ഷത്തിലേക്ക് ഒരു മേയറായി മുന്നോട്ട് പോകുമ്പോൾ ഭരണം നയിച്ച് മുന്നോട്ട് പോകാൻ ചെറിയ ധൈര്യമൊന്നും പോരല്ലോ, ചെറിയ ഒരു മിടുക്കൊന്നും പോരാ. തീർച്ചയായും പ്രതിപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും BJP-യുടെയും അതിശക്തമായ എതിർ നീക്കങ്ങളെ മറികടന്നുകൊണ്ട് തന്ത്രപരമായി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് കോഴിക്കോട് കോർപ്പറേഷനുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് കഴിവും പാടവുമുള്ള ഒരാളെ തന്നെ വേണം എന്നതാണ് പൊതു ചർച്ചകൾ ഉയരുന്നത്. ഇവിടെ ജനറൽ ആണ്, കഴിഞ്ഞോടെ വനിതാ സംവരണമായിരുന്നെങ്കിൽ ജനറലാണ്. അതുകൊണ്ട് തന്നെ ഒരു പുരുഷനെ പരിഗണിക്കാൻ കഴിയുന്നതാണ്. അതേസമയം തന്നെ നിലവിൽ ആരോഗ്യ കമ്മിറ്റി സ്റ്റാൻഡിംഗ് ചെയർമാനും ചെയർപേഴ്സണായ കോട്ടുളി ഇന്നും മത്സരിച്ച് വിജയിച്ച ഡോക്ടർ S. ജയശ്രീയുടെ പേര് കഴിഞ്ഞ തവണയും മേയർ സ്ഥാനാർത്ഥി ചർച്ചകൾ വന്നതാണ്. അതേസമയം ബീന ഫിലിപ്പിനായിരുന്നു അവിടെ നറുക്ക് വീണത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ജയശ്രീക്ക് നൽകാമെന്നുള്ളൊരു ആലോചനകൾ, ചർച്ചകൾ മാത്രമാണ് CPM-ൽ ആദ്യഘട്ടത്തിൽ ഉയർന്നിരിക്കുന്നത്. അതേസമയം തന്നെ ജനറൽ ജനറലിലേക്ക് വന്ന സാഹചര്യത്തിൽ ഒരു പുരുഷ സ്ഥാനാർത്ഥിക്ക് നൽകണം എന്ന രീതിയിൽ ചർച്ചകൾ കൂടി വരുന്നുണ്ട്. അങ്ങനെയാണ് തടമ്പാട്ട് വാർഡിൽ നിന്ന് ജയിച്ച O. സദാശിവന്റെ പേരും ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. അതേസമയം ഇത് രണ്ടുമല്ല, ഒരു യുവ നേതാവ് വരണം എന്ന പേരിൽ ചില പേരുകൾ കൂടി നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ അത്തരം ചർച്ചകളിലേക്ക് കാര്യമായിട്ട് കടന്നിട്ടില്ല. ഒരു പക്ഷേ ജയശ്രീ തന്നെ ആയിരിക്കും മേയറാവുള്ള സാധ്യതയാണ് പല നേതാക്കളും കൽപ്പിക്കുന്നത്. ഇന്ന് ഒരു പക്ഷേ 10:10 തന്നെ CPM ജില്ലാ സെക്രട്ടറി ചേരുന്നത്. അതിൽ പ്രാഥമിക ചർച്ചകളിലേക്ക് വരും. മേയർ ആയതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി അംഗീകാരം വാങ്ങേണ്ടതുണ്ട്. ജില്ലാ സെക്രട്ടറിയിൽ ധാരണയായി കഴിഞ്ഞാൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അംഗീകാരത്തോടു കൂടിയായിരിക്കും തീരുമാനത്തിലേക്ക് പോവുക. കോഴിക്കോടിനെ സംബന്ധിച്ചോളം 35 സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ പല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും UDF ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പല തീരുമാനങ്ങൾ ഒറ്റയ്ക്കെടുത്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. പലതിലും പ്രതിപക്ഷം ചെക്ക് വയ്ക്കും. മാത്രമല്ല നല്ല ശക്തമായ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ നടത്തി പരിചയമുള്ള അനുഭവ സമ്പത്തുള്ള ഒരാൾ വരണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. മാത്രമല്ല ജനറൽ വേക്കൻസിയിലേക്ക് വനിതകൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ട് ഡോക്ടർ S. ജയശ്രീക്കുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. എന്തായാലും തടമ്പാട്ട് താഴെ സദാശിവന്റെ പേരും അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി ഒരു പക്ഷേ മറ്റു ചില പേരുകൾ, യുവ നേതാക്കളുടെ പേരുകൾ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. ഒരു ഇന്നത്തോടു കൂടി ഇക്കാര്യത്തിൽ ഒരു ധാരണയുണ്ടാവും. പ്രാഥമിക ധാരണയിലെങ്കിലും എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി അസ്ലം, അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ആരാകും എന്നുള്ള ഒരു പ്രാഥമിക ധാരണയിലേക്ക് ഇന്നത്തെ തന്നെ എത്തിച്ചേരാനുള്ള ഒരു നീക്കങ്ങൾ LDF സജീവമായി നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് മുഹമ്മദ് അസ്ലം നൽകിയത്.